ഇതൊക്കെ ആ അവറാച്ചനും അതിനു മുമ്പ് പ്രതിപക്ഷവും ഭരിച്ചിരുന്നപ്പോഴാ. സാർ, മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള തന്ത്രമല്ല ഇപ്പോൾ ഇവിടെ ആവശ്യം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ അന്വേഷിക്കേണ്ട ചുമതല പോലീസിനല്ലേ? സമയമുണ്ടെങ്കിൽ താൻ തന്നെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കടോ. താങ്ക് യു സാർ, ഈ പെർമിഷൻ മാത്രം മതി. നിക്ക് ഞാനൊരു ആവേശത്തിന് പറഞ്ഞു വെച്ച് എന്താ തന്റെ ഉദ്ദേശം? സാർ, ഞാൻ പറഞ്ഞില്ലേ ഈ അക്രമങ്ങളുടെ എല്ലാം പിന്നിൽ ഗുണ്ടകളാണെന്ന്. അതൊക്കെ ആർക്കറിയാൻ പാടില്ലാത്തത്? എങ്കിൽ പിന്നെ ഈ ഗുണ്ടവിളട്ടെ നമുക്ക് അങ്ങ് അവസാനിപ്പിച്ചൂടെ സാർ? ഈ നാട് നന്നാവണമെങ്കിൽ, ജനങ്ങൾക്ക് പേടി കൂടാതെ ജീവിക്കണമെങ്കിൽ കേരളത്തിൽ അടിയന്തരമായി ഗുണ്ട ആക്ട് നടപ്പാക്കിയേ പറ്റൂ. അതെ സാർ, നമ്മുടെ അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആക്ട് നടപ്പാക്കിയില്ലേ? എടോ, അവരൊരു സ്ത്രീയാ, അവർക്ക് എന്തു ആകാം. അവരെ തൊട്ടാൽ പീഡനം, സ്ത്രീ പീഡനം. എന്നെ തട്ടിയാ എന്റെ കുടുംബത്തിന് പോയി. സാർ, സാറിന് ഒരു പോറൽ പോലും സംഭവിക്കില്ല. ഇതിപ്പോ പോറലല്ലോ, ഓട്ടയല്ലേ വീഴാൻ പോണത്. ഓട്ട ഈ വെടിയുണ്ടിയും കത്തിയൊക്കെ കയറുമ്പോണ്ടാവണം ഓട്ട. സാർ, ഞാൻ പറയുന്ന താൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ തനിക്ക് മുൻപരിചയം ഇല്ലാത്തോണ്ട് തോന്നുന്നു മണ്ടത്തര. എങ്കിൽ പിന്നെ സാർ ഒരു കാര്യം ചെയ്യും, മുൻഭരിച്ചുള്ള ആരെങ്കിലും വെച്ച സാർ അങ്ങോട്ട് ഭരിച്ചോ. ഞാൻ രാജിവെക്കാൻ പോവാ. നീ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന വർത്താനം പറയരുത്. നീ രാജിവെച്ച് പോയാ എന്റെ മന്ത്രിസഭ മൂക്കൂത്തി വീഴില്ലേ? എങ്കിൽ എന്റെ വഴിക്ക് വരേണ്ടി വരും. നീ പറയണേല് കാര്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിനക്കൊരു കാര്യം അറിയില്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിത്യോപയോഗ സാധനങ്ങളിൽ ഒന്നാണ് ഈ ഗുണ്ടകൾ. അതുകൊണ്ട് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇതിന് സമ്മതിക്കില്ല. ഈ ബില്ല് നിയമസഭയിൽ പാസ്സാവൂല. അറിയാം സാർ, ആദ്യം നമുക്ക് മന്ത്രിസഭ കൂടി തീരുമാനിക്കാം. ഗവർണറെ കൊണ്ട് സ്പെഷ്യൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച് ഈ ഗുണ്ട ആക്ട് നടപ്പിലാക്കാം. എന്നിട്ട് 6 മാസത്തിനുള്ളിൽ നമുക്ക് നിയമസഭയിൽ പാസ്സാക്കിയെടുത്താൽ മതി. 6 മാസം മതി എനിക്ക് കേരളത്തിലെ സർവ്വ ഗുണ്ടായുസം തുടച്ചു നീക്കാൻ. അല്ല, ഈ ഗുണ്ടകളെ എനിക്ക് വേണം. എടോ, ജയിലുകളൊക്കെ താൻ പിടിച്ച ഗുണ്ടകളെ കൊണ്ട് ഫുള്ളാ. 3 സെൻട്രൽ ജയിലുകളിലും ഹൗസ്ഫുൾ ബോർഡ് എഴുതി തൂക്കിയിട്ടിരിക്കുക. ആ ഗുണ്ടകൾക്കൊക്കെ ഉണ്ട കൊടുക്കാൻ തന്റെ അച്ഛൻ കട്ടുണ്ടാക്കിയ കാശ് കൊണ്ടുവരോ? പോലീസ് ഇപ്പൊ അങ്ങോട്ട് ഓടണു ഇങ്ങോട്ട് ഓടണു. ഈ മൂത്രം ഒഴിച്ചിട്ടല്ല ജീപ്പ് ഓടണത്, പെട്രോൾ ഒഴിച്ചിട്ടാ. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുത്. അതേടാ, ഞാൻ കോമാളിയാ, സർക്കസിലെ കോമാളി. നീയല്ലേ ഇപ്പൊ എന്റെ റിംഗ് മാസ്റ്റർ. നീ ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാ ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടാൻ പറഞ്ഞാ അങ്ങോട്ട് ചാടും. ഒരു ദിവസം എല്ലാം കൂടി എന്റെ കയ്യിൽ നിന്ന് പോട്ടോ. നിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പാക്കണമെങ്കിലേ ഫണ്ട് വേണം, ഫണ്ട്. നിനക്കറിയോ, ഖജനാവിൽ ഇന്നാള് ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലി. MLA മാർക്കും മന്ത്രിമാർക്കും അടുത്ത മാസം ശമ്പളം കൊടുക്കണമെങ്കിലേ ADB-ന്നോ വേൾഡ് ബാങ്കിന്നോ ലോൺ എടുക്കണം. അതറിയോ? ഇതാണോ പ്രശ്നം? ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ട, നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഒന്ന് ശ്രമിച്ചാൽ മതി. എന്നാ നീ പോയി ശ്രമിക്കേ. സാറിന്റെ ഈ പെർമിഷൻ മാത്രം മതി സാർ. താങ്ക് യു സാർ. ദേ പോണു എന്ത് മാരണാവോ ഉണ്ടാക്കിക്കൊണ്ടിരാൻ പോണു. ഈ കസേര പോകുന്നതോ